താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. കൃഷിക്കൊപ്പം അങ്കമാലി എന്ന കാഴ്ചപ്പാടോടെ കർഷകബേരിയുടെ ആഭിമുഖ്യത്തിൽ ശില്പശാല നടത്തി. കർഷകബേരി 2024 പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതിനായാണ് ഏരിയ തല ശില്പശാല സംഘടിപ്പിച്ചത്. അങ്കമാലി AP കുര്യൻ സ്മാരക ഹാളിൽ നടന്ന ശില്പശാലയിൽ CPIM ജില്ലാ കമ്മിറ്റി അംഗം CK സലിംകുമാർ അധ്യക്ഷത വഹിച്ചു. അഖിലേന്ത്യാ കിസാൻ സഭ കേന്ദ്ര കമ്മിറ്റി അംഗം K തുളസി ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം കാർഷിക മേഖല തന്നെയാണ്. അതിൽ കാരണവുമുണ്ട്. ഇന്നും നമ്മുടെ കാർഷിക മേഖല നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് വളർന്നിട്ടില്ല എന്നുള്ളതിന് ഒരു സംശയവുമില്ല. അഖിലേന്ത്യാ ശരാശരി കാർഷിക മേഖലയിൽ നിന്ന് അഖിലേന്ത്യാ വരുമാനത്തിന്റെ 16% കിട്ടുമ്പോൾ കേരളത്തിൽ അത് വെറും 10% മാത്രമാണ് എന്നുള്ളതാണ്. കൂടിക്കൂടി വരണം, കൂടിക്കൂടി വന്നേ തീരൂ എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്താണ്? നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന നാണ്യവിളകൾ തന്നെയാണ്. ആ നാണ്യവിളകൾ അധികവും നമുക്ക് നമ്മുടെ സംസ്ഥാനത്ത് നമുക്ക് അധികം ഉപയോഗപ്പെടുന്നതല്ല. കുറച്ച് കുരുമുളക് ഉണ്ടെങ്കിൽ അത് വളരെ കുറച്ച് കുരുമുളക് നമ്മൾ വീട്ടിലെടുത്ത് സൂക്ഷിക്കും, ഒരു ചുക്ക് കാപ്പി ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അത്യാവശ്യം കുരുമുളക്. ഏലമാണെങ്കിലും അതെ, നമുക്ക് വളരെ കുറച്ച് ആവശ്യമുള്ളൂ. ഏത് നാണ്യവിള എടുത്താലും അങ്ങനെ തന്നെയാണ്. റബ്ബർ കൃഷിക്കാരന് റബ്ബറിന്റെ ആവശ്യമില്ല. ഇതെല്ലാം പുറത്തേക്ക് പോവുകയാണ്. ഏതാണ്ട് 70% നമ്മൾ 60% അന്യ സംസ്ഥാനങ്ങളിലും അന്യ രാജ്യത്തേക്കുമാണ് പോകുന്നത്. കേരളത്തിന്റെ ഇത്തരം നാണ്യവിളകൾ എല്ലാം തന്നെ, ധാന്യവിള എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ കുറവാണ്. കർഷകബേരി ചെയർമാൻ അഡ്വക്കേറ്റ് KK ഷിബു, കേരള കർഷക സംഘം ഏരിയ സെക്രട്ടറി P അശോകൻ, പ്രസിഡന്റ് CN മോഹനൻ, പള്ളിയാക്കൽ സഹകരണ സംഘം മുൻ സെക്രട്ടറി PN വിജയൻ, TI ശശി, KP രജീഷ്, ജിഷ ശ്യാം, റോജിസ് മുണ്ടപ്ലാക്കൽ എന്നിവർ സംസാരിച്ചു.